ഹായ്, നല്ല ബോട്ടിക് ഫിനിഷിൽ സിമ്പിളായിട്ട് നമ്മുടെ ലൈനിങ് ബ്ലൗസിൻ്റെ നെക്ക് എങ്ങനെ ഹെമ്മിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു സിമ്പിൾ ട്രിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ നോക്കുമ്പോൾ നല്ല നീറ്റായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ക്ലോത്ത്, നമ്മൾ ലൈനിങ് ക്ലോത്ത് ഏതാണ് യൂസ് ചെയ്യുന്നത് അത് ആ ഒരു ക്ലോത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് മെയിൻ ക്ലോത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. അപ്പോൾ നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്ന ക്ലോത്തിനോട് ചേർന്നിരിക്കുന്നത് ഈ മെയിൻ ക്ലോത്തിൻ്റെ ഉൾവശമായിരിക്കണം. അതായത് അകവും ആ ചെറിയ പീസുമായിരിക്കണം ഒരുമിച്ച് ചേർന്നിരിക്കേണ്ടത്. എന്നിട്ട് മെയിൻ ക്ലോത്തിൻ്റെ മുകൾ വശത്തേക്ക് നമുക്ക് ഈ ലൈനിങ്, അതായത് മെയിൻ ലൈനിങ് നമുക്കിതുപോലെ പിന്ന് കുത്തി കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ലൈനിങ്ങിൽ അതിൻ്റെ നെക്കിൻ്റെ ഷേപ്പും ഡെപ്തും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ അതൊന്ന് അടിച്ചെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ്, വളരെ ഫിനിഷിങ് കിട്ടുന്നൊരു കാര്യം കൂടിയാണ് കേട്ടോ. നമുക്ക് തന്നെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഹെം ചെയ്യാനും ഒക്കെ സമയം വളരെ കുറവായിരിക്കും. അപ്പം ഈ ഒരു രീതി ഉപയോഗിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചും പോകത്തില്ല. കുറേ നാളുകൾ, അതായത് ഹെമ്മിങ്ങൊക്കെ അഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയണും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നല്ല പക്ക ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു 1/4 ഇഞ്ച് വിട്ട് തന്നെ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ ക്രോസ് വരുന്ന, അതായത് വളവുകൾ വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അതിൻ്റെ സ്റ്റിച്ച് കയറാത്ത രീതിയിൽ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പിന്നെല്ലാം ഊരി തിരിച്ച് അകത്തേക്ക് ആ ലൈനിങ് തുണി മറിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ടത്, ആ ലൈനിങ് കണ്ടോ ഇതുപോലെ ഇങ്ങനെ തുറന്ന് വെച്ചതിന് ശേഷം ആ 2 പീസ് കൂടെ ജോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ചേർത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഉള്ളിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തു, അതിൻ്റെ പുറത്തു കൂടി ഒരു സ്റ്റിച്ച് കൂടി വരുമ്പോൾ അത് നല്ല കറക്റ്റ് നല്ല ടൈറ്റായിട്ട് നിൽക്കുക ആ സ്റ്റിച്ച്. അപ്പം നമുക്കത് അഴിഞ്ഞു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല ഫിനിഷിങ് കിട്ടി. ഇത്രയേ ഉള്ളൂ കാര്യം. നല്ല നീറ്റായിട്ട് തന്നെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അതായത് നമ്മൾ പിടിച്ച് വെച്ച് കഴിഞ്ഞാലൊന്നും ഇരിക്കാത്ത തുണിയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. പുറത്തുകൂടെ സ്റ്റിച്ച് ഇടുന്നത് പൊതുവെ ആർക്കും അങ്ങനെ ഇഷ്ടമുള്ള കാര്യമല്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി കേട്ടോ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് തുണി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്റ്റിച്ചിങ് വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോസിലൂടെ കാണാം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്ദി. എല്ലാവരുടെയും കമൻറ്റ്സൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ലൈക്ക് ചെയ്യുന്നവരെ കമൻറ്റ് കൂടെ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഷോപ്പിൽ റണ്ണിങ് മെറ്റീരിയൽസും ചുരിദാർ മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണ്. ഓഫർ സെയിലൊക്കെ ഉണ്ട്. അപ്പം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ തന്നെ നമ്മൾ കോൺടാക്റ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക കേട്ടോ.